ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കവർച്ച നടത്തിയ സ്വർണത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ മൊഴി കള്ളം. പ്രതികൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് VSSCയിലെ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമാകുന്നു. അന്തിമ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം SITക്ക് ലഭിച്ചു എന്ന വിവരം വരുന്നു. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, അപ്പോഴും ഇത് ഈ ദ്വാരപാലകരെ മൊത്തം അടിച്ചുകൊണ്ടുപോയി മറച്ചുവിറ്റതാണോ, സ്വർണം ഉരുക്കിയിളക്കിയതാണോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ യെസ് ഓർ നോ എന്ന മറുപടി അതിലുണ്ടോ ഷഫീദ്? ആ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. മാത്രമല്ല അത് രഹസ്യ സ്വഭാവത്തിലായിരിക്കും SIT ഹൈക്കോടതിക്ക് മുൻപിൽ കൈമാറുക. ഇത്രയും നാൾ കുറ്റപത്രമടക്കം തയ്യാറാകാത്തതിന് കാരണമായി SIT പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് VSSCയിലെ അന്തിമ പരിശോധനാ ഫലം. നമുക്കറിയാം, ഒരു ഇടക്കാല പരിശോധനാ ഫലം VSSC കൈമാറുകയും പിന്നീട് ഹൈക്കോടതിയെ അറിയിച്ച കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണം എന്നുള്ളതുമായിരുന്നു SITയുടെ നിലപാട്. അതിൽ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം കൊള്ളയടിച്ചു എന്നുള്ളത് കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് എങ്ങനെ കണ്ടെത്താനാകും എന്നുള്ള അതിസങ്കീർണമായ പരിശോധനയായിരുന്നു VSSCയിൽ നടത്തിയത്. ആ VSSC പരിശോധനയുടെ അന്തിമ പരിശോധനാ ഫലം ഇപ്പോൾ SITയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. അത് അറിയാവുന്ന, നിലവിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നത് VSSCയിൽ ആ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ള ശാസ്ത്രജ്ഞർക്കും അതേപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ SP ശശിധരനും മാത്രമാണ്. ഒരു കാര്യം മാത്രം ഇപ്പോൾ വിവരമായി പുറത്തേക്ക് വരുന്നത്, കൊള്ളയടിച്ച സ്വർണത്തെക്കുറിച്ച് പ്രതികൾ നൽകിയ മൊഴി അത് കള്ളമാണ് എന്നുള്ളതാണ്. പ്രതികൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണം നഷ്ടമായെന്നാണ് റിപ്പോർട്ട്. അതായത് നമുക്കറിയാം, സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്നും പിടിച്ചെടുത്ത അല്ലെങ്കിൽ തത്തുല്യമായി പിടിച്ചെടുത്ത ആ തുകയുടെ അത്ര നഷ്ടമായി എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ വിവരം. എന്നാൽ അതിനേക്കാൾ അപ്പുറം സ്വർണം നഷ്ടമായി എന്ന് VSSC പരിശോധനാ ഫലത്തിൽ ശാസ്ത്രീയമായി ഇപ്പോൾ തെളിയിച്ച് ആ റിപ്പോർട്ട് ഇപ്പോൾ SITയുടെ മുൻപിലുണ്ട്. ആ കണക്കുകൾ നാളെ SIT ഹൈക്കോടതിയിൽ നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനും SIT നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ശ്രമം നടക്കുന്നുണ്ട്. നാളെ ഹൈക്കോടതിയിൽ നിന്ന് ഇതിനായി അനുമതി നൽകും. അത് ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമായിരിക്കും. ഹാഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോഴും ഈ ഒരു കാതലായ ചോദ്യത്തിന് ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. സ്വർണം ഉരുക്കിയെടുത്തതാണോ അതോ ദ്വാരപാലക പാളികൾ അപ്പാടെ മറിച്ചു വിറ്റോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. അപ്പോൾ അത് ഒരുപക്ഷെ അതിനുള്ള ഉത്തരം നമുക്കില്ലാത്തതായിരിക്കാം. SITയുടെ പക്കൽ കിട്ടിയിട്ടുണ്ടാവാം, കോടതിയിൽ ഹാജരാക്കുന്നുണ്ടാവാം, കോടതി വഴി നമ്മൾ അറിയുകയും ചെയ്യുമായിരിക്കാം. അതുമാത്രമല്ല, ഹൈക്കോടതിയുടെ ആ ഒരു നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു അല്ലേ, ഹൈക്കോടതിക്ക് എന്തൊക്കെയോ അറിയാം, നമുക്കറിയാത്തതാണോ എന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.